ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് സ്വാഗത ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി ശ്രീ രമേഷ് ബാബു അവരെ ക്ഷണിക്കുന്നു. കിരാതരൂപായ നമശിവായ. നമ്മള് ക്ഷേത്രത്തിലെ ലക്ഷദ്വീപം സമർപ്പണത്തിന്റെ ഭാഗമായി ഏതാണ്ട് 6 മാസത്തോളം നീണ്ടുനിന്ന ഒരു പ്രയത്നമാണ് ഇന്നിവിടെ സമാപ്തി കുറിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു ചടങ്ങ്. വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി കൊച്ചിൻ ബേക്കറിയുടെ ചെയർമാൻ ശ്രീ രമേശ് ചേട്ടൻ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വിശിഷ്ട അതിഥി അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള പ്രകാശ് മാട്ടാങ്കോട്ട്, പ്രകാശ് ചേട്ടനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രം കാരണവർ വേലായുധേട്ടനെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്ര പ്രസിഡന്റ് സുന്ദരേട്ടൻ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്ര സെക്രട്ടറി ശ്രീ പ്രഭാഷ് അവകളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, എൻ്റെ കുടുംബ ബന്ധുമിത്രാദികളെ ഏവർക്കും സ്വാഗതം നേരുന്നു. കഴിഞ്ഞ 6 മാസം മുൻപേ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രയത്നത്തിന്റെ ശ്രമമായി നമ്മൾ അതിൻ്റെ അവസാന ലാക്കിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ലക്ഷദ്വീപം സമർപ്പണം ഇവിടെ നടത്താൻ വേണ്ടി നമ്മളെ മുമ്പേ ഉദ്ഘാടനത്തിനായിട്ടും ആദ്യ ദീപം സമർപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട MP രാഘവേട്ടനോടെ എത്താമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അവിചാരിതമായി അദ്ദേഹത്തിന് ഇന്ന് ബാംഗ്ലൂരിലെ ഒരു യോഗം, AICCയുടെ യോഗമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശംസകൾ ഇവിടെ ഇന്നലെ നമുക്കിവിടെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യ ദീപം സമർപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു. ആ ആദ്യ ദീപം സമർപ്പിക്കുന്നത് ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ കൊച്ചിൻ ബേക്കറിയുടെ ചെയർമാനായിട്ടുള്ള രമേശ് ചേട്ടനാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏകദേശം സമയം ഇവിടെ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരിപാടി എത്രയും പെട്ടെന്ന് ഇവിടെ പൂർത്തീകരിച്ച് നമ്മുടെ ലക്ഷദ്വീപത്തിന്റെ ആദ്യ ദീപം പകരുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അതിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുന്നായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭക്തജനങ്ങളും, സ്ത്രീകളും കുട്ടികളും പ്രത്യേകിച്ചിട്ട് അവരുടെ മുടി, സാരി, ഷോള് എന്നിവ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വളരെ സാവധാനത്തിൽ സമാധാനപരമായിട്ട് ഈ ഒരു ദീപം പകർന്നാൽ മതി. ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യരുത്. കാരണം ഇത് വളരെ ഭക്തിപൂർവമായിട്ട് ചെയ്യേണ്ട ഒരു ചടങ്ങാണ്. വെപ്രാളപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അപകടത്തിലേക്ക് പോകും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അത് നമ്മൾ തന്നെ സ്വയം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ ഒരു ലക്ഷദ്വീപത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്ത് തുടർന്നുള്ള പാണ്ഡിമേളവും എല്ലാം ആസ്വദിച്ച് വേണം ഇവിടുന്ന് പോകാൻ. സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമായി മാറണം. കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുന്നു. സ്വാമി ശരണമയ്യപ്പ. ഭക്തജനങ്ങളെ, വളരെ മഹത്തരവും വളരെ ദേവചൈതന്യം കുടികൊള്ളുന്ന നമ്മുടെ ശ്രീ വേലാപുരത്ത് കരിയാച്ചൻ ക്ഷേത്രത്തിലെ ഈ മഹത്തായ ചടങ്ങിന് നമുക്ക് കിട്ടിയ ഒരു വിശിഷ്ടാതിഥി, പ്രമുഖ വ്യവസായ
വ്യവസായിയും കൊച്ചിൻ ബേക്കറിയുടെ ചെയർമാനുമായ ശ്രീ രമേശ് സർ അവർകൾ അദ്ദേഹത്തെ പൊന്നാട അണിക്കുന്നതിന് വേണ്ടി ക്ഷേത്രം കാരണവർ ശ്രീ വേലായുധൻ അവർകളെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് അദ്ദേഹത്തിന് ഒരു മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ സുന്ദരൻ അവർകളെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അതുപോലെ തന്നെ നമുക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള മറ്റൊരു അതിഥിയെ കൂടി കിട്ടി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പ്രകാശ് സർ. പ്രകാശ് സാറിന് മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടി ക്ഷേത്രം സെക്രട്ടറി ശ്രീ പ്രഭാഷ് അവർകളെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ രമേശ് സർ അവർകളെ ക്ഷണിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള എന്നെ ഇവിടെ എത്തിച്ച് ദേവിയായിരിക്കും. ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ വരാൻ എനിക്ക് സാധിക്കുന്നില്ല. അവസാനം ഒരു 2 മാസം മുമ്പ് ഒരു ഡേറ്റൊക്കെ പറഞ്ഞു. അതായത് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു ക്ഷേത്രത്തിൽ വന്ന് ഒരു ലക്ഷാർച്ചനയ്ക്ക് ദീപം കൊളുതാൻ ദൈവം ഒരവസരം തന്നതാണ്. അതിന് എല്ലാവരോടും ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്